കേക്കാണ് ഉണ്ടാക്കുന്നത്. ക്രിസ്മസിന് നമുക്ക് ഈ പ്രാവശ്യം ഒരു കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് ഞാൻ 200 ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പുള്ള ബട്ടറും ഇല്ലാത്ത ബട്ടറും കിട്ടും, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അതിന് ഞാൻ 200 ഗ്രാം പഞ്ചസാര പൊടിയാണ് ഇത്. 4 മുട്ട വേണം. 4 മുട്ട. ഈ ഉണ്ണി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്, ഉണ്ണിയുടെ വെള്ള ഉണ്ണി മാറ്റി മാറ്റി അടിക്കുവാണെങ്കിൽ നല്ലപോലെ പതഞ്ഞ് നമുക്ക് പൊങ്ങി കിട്ടും. ഒരു 200 ഗ്രാം മൈദയുടെ മാവാണിത്. ഇത് നമുക്കൊരു ചെറിയ സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് ഇതൊന്ന് ഇളക്കി ആദ്യം നമ്മൾ വെക്കണം. പിന്നെ നമുക്ക് അതിനുവേണ്ടി കേക്കിന് ഞാൻ കളറ് പഞ്ചസാര കരിച്ചാണ് എടുക്കുന്നത്. അതിന് 2 സ്പൂണ് പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നതാണ്. ഇത് ഞാൻ കേക്ക് കളറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. പിന്നെ ഒരടപ്പ് വനില എസൻസ് വേണം. ഇത് ഞാൻ ഈ കറുവാപ്പട്ട പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു പിഞ്ച് നമുക്ക് കേക്കിനകത്ത് ഇടാൻ നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ ഇത് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി നമ്മളിങ്ങനെ ചെറിയതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ ഉണങ്ങി ഞാൻ വെക്കുന്നതാണ്. അത് നമുക്ക് കേക്കിനകത്ത് ഇടാം. പിന്നെ കപ്പലണ്ടിയും കിസ്മസും ഒക്കെ അവനവൻ്റെ ആവശ്യമനുസരിച്ച് നമുക്ക് അതിന് അളവൊന്നുമില്ല, എത്ര വേണമെങ്കിലും ഇടാം. ഇത് ചെറിയ സ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. ഇത് ഞാൻ മൈദയ്ക്കകത്ത് ഇട്ട് ഇളക്കി മൈദമാവ് ഒന്ന് നമ്മൾ വെക്കണം. നമുക്ക് ഈ പഞ്ചസാര ഇപ്പോൾ ഒന്ന് കരിച്ചെടുക്കാം. നമുക്ക് ഇത്രയും ബേക്കിംഗ് പൗഡർ ഈ മൈദയ്ക്കകത്ത് നല്ലതുപോലെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ആദ്യം തന്നെ മാറ്റി വെക്കണം. ബാക്കി നമ്മുടെ എല്ലാം കേക്കിൻ്റെ റെഡി ആയി കഴിയുമ്പോഴത്തേനും മൈദ ഇതിൻ്റെ കൂടെ നല്ലപോലെ ബേക്കിംഗ് പൗഡറായിട്ട് മിക്സ് ആയിരിക്കും. ഇനി നമുക്കിത് പഞ്ചസാര കരിക്കാം. നമ്മൾ ഗ്യാസ് ഓണാക്കി പഞ്ചസാര നേരെ അങ്ങോട്ട് വെച്ചാൽ മതി. ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ ഈ പഞ്ചസാര കരിച്ചെടുക്കാൻ. നമ്മൾ 200 ഗ്രാം അളവ് വെച്ചാണ് കേക്കിൻ്റെ എല്ലാ സാധനവും എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 സ്പൂണ് പഞ്ചസാര മതി. ഇത് ഡ്രൈ ആയിട്ട് തന്നെ നമ്മളിങ്ങനെ ഇളക്കി ഇത് പറ്റി കഴിയുമ്പം നല്ല കറുത്താകും. അപ്പോൾ നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം ഇതെടുക്കാൻ. പഞ്ചസാര നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഡാർക്ക് ആകുന്നവരെ നമുക്ക് ഇളക്കാം. തീരെ ചെറിയ സ്ലോയിൽ വെക്കണം, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാതെ. ഇപ്പം പഞ്ചസാര നല്ലതുപോലെ കറുത്തായിട്ടുണ്ട്. ഇതുണ്ട് ഇതുപോലെ ഈ പാകമാകുമ്പോൾ നമുക്കൊരു 3-4 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ സ്ലോയിൽ ഇച്ചിരി വെക്കുമ്പോൾ ഇതൊന്നും നല്ലതുപോലെ പിന്നെ അലിഞ്ഞ് കിട്ടും. ഇതാണ് നമ്മൾ കേക്കിന് കളറായിട്ട് ചേർക്കുന്നത്. വേറെ നമുക്ക് കളറൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇതൊന്ന് സ്ലോയിൽ തിളപ്പിക്കുമ്പോഴത്തേനും ഇതെല്ലാം അലിഞ്ഞ് കിട്ടും. കേക്കിൻ്റെ കളർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനി ഓഫാക്കി വെക്കാം. നമ്മൾ കേക്ക് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും ഇത് നല്ല തണുത്തിരിക്കും. നമുക്ക് കേക്ക് റെഡിയാക്കാൻ തുടങ്ങും. നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ബട്ടർ എടുക്കണം. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പഞ്ചസാര പൊടിയും ബട്ടറും നല്ലതുപോലെ അടിച്ച് നമ്മൾ സോഫ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് ബാക്കി എല്ലാ സാധനവും ചേർക്കേണ്ടത്. നമുക്കിത് നല്ലതുപോലെ ഒരു കേക്ക് മിക്സ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് നല്ലപോലെ അടിച്ച് നല്ല പറയുന്ന വരെ ഇത് മിക്സ് ചെയ്യണം. ഇത് ഈ ഭാഗം പോരാ. ഇത് നമ്മൾ ഈ യെല്ലോ കളർ ബട്ടറിൻ്റെ ഒക്കെ മറന്നല്ലേ നല്ലപോലെ പതഞ്ഞ് കഴിയുമ്പോൾ നല്ല വൈറ്റ് ആകും. നമുക്ക് ആ വൈറ്റ് ആകുന്നത് വരെ ഇതൊന്ന് നമുക്ക് ഇളക്കാം. ഇപ്പം നമ്മുടെ ഇത് കണ്ടോ, ബട്ടറും പഞ്ചസാരയും നല്ലതുപോലെ പതഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ മുട്ടയുടെ വെള്ളം ഒന്ന് വേറെ ആയിട്ട് അടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. നമുക്ക് ഈ മുട്ട വെള്ളം ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഉള്ളി കൂട്ടി അടിക്കുവാണെങ്കിൽ അപ്പുറം നമുക്ക് പതഞ്ഞ് കിട്ടില്ല. വെള്ളം തന്നെ അടിക്കുവാണെങ്കിൽ നല്ല പതഞ്ഞ് കിട്ടും. ഇപ്പം നമ്മുടെ മുട്ടവെള്ളം ഉണ്ട് നല്ല പതഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടയുടെ ഉണ്ണി ചേർത്താൽ മതി. നമുക്ക് മുട്ടവെള്ളം ഇതിനകത്തോട്ട് ചേർക്കാം. ഇപ്പം നല്ലതുപോലെ ഉണ്ടോ മുട്ടവെള്ളയും മാവും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് ഇരിപ്പുണ്ട് നല്ലപോലെ. ഏറ്റവും ആദ്യം നമ്മൾ ബട്ടറും പഞ്ചസാരയും നല്ല പതപ്പിക്കണം.
പിന്നെ വേണം നമ്മൾ മുട്ടവെള്ളം ചേർക്കാൻ. ഇത്രയും ആയാലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ബാക്കി മുട്ടയുടെ ഉണ്ണിയൊക്കെ നമ്മൾ ഒത്തിരി അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മിക്സ് ആയാൽ മതി. ആദ്യം ശ്രദ്ധിക്കേണ്ട ഈ പഞ്ചസാരയും ബട്ടറും നല്ല പതഞ്ഞ് കിട്ടണം. നമുക്ക് മുട്ടയുടെ ഉണ്ണിയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ അടിച്ച് മിക്സ് ആക്കാം. നമ്മുടെ മുട്ടയുടെ ഉണ്ണിയും വെള്ളയൊക്കെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഈ മെഷീനില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയെല്ലാം കൈ കൊണ്ട് നമ്മളൊന്ന് നല്ല സ്പൂൺ ഒഴിച്ച് ഇളക്കി ചേർത്താൽ മതി. മെഷീൻ ഇല്ലാത്തൊരു കൈ കൊണ്ടാണെങ്കിലും നല്ലതുപോലെ ഇളക്കി നമുക്ക് യോജിപ്പിച്ചാൽ ഇച്ചിരി കൂടുതൽ സമയം ഇളക്കണമെന്നേ ഉള്ളൂ, നല്ലപോലെ റെഡിയായി കിട്ടും. നമ്മൾ ഈ മൈദാമാവിനകത്ത് കണ്ട ബേക്കിംഗ് പൗഡർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഈ ബേക്കിംഗ് പൗഡർ ചേർത്ത മൈദയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ഇളക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു സൈഡിലോട്ട് ഇളക്കുവാണെങ്കിൽ നല്ലതാണ്, രണ്ട് സൈഡിലോട്ട് ഇളക്കാതെ മൈദ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ കളർ ചേർക്കാൻ വേണ്ടി. ഇവിടെ കേക്കിൻ്റെ മിക്സർ നല്ല ബട്ടർ ആക്കി നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ കൊടുത്ത് നമുക്ക് കരിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര നമ്മൾ കുറേശ്ശെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കളറൊന്ന് നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് ഒത്തിരി ഡാർക്കായി പോകാതെ ഇളക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം കളർ എങ്ങനെയായിട്ടുണ്ടെന്ന്. കളറൊക്കെ നല്ലതുപോലെ ആവശ്യത്തിനായിട്ടുണ്ട്. ഈ പാകത്തിന് മതി. നമ്മൾ വെന്ത് വരുമ്പോൾ നല്ല കേക്കിൻ്റെ കളർ തന്നെ ഇരിക്കും നല്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചെറിയ സ്പൂണ് ഈ ഓറഞ്ച് തൊലി ഇതിനകത്ത് ചേർക്കാം. നമുക്കിത് ഇച്ചിരി കേക്കിനകത്ത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇച്ചിരി കറുവാപ്പട്ട പൊടിച്ചതാണ്, അതും ചെറിയൊരു സ്പൂൺ, അര സ്പൂൺ ഇട്ടാൽ മതി. ഈ സമയത്ത് നമുക്കൊരു അര അടപ്പ് വനില എസൻസ് ഒഴിക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കിസ്മസും ഒക്കെ നമുക്ക് ചേർക്കാം. ഇതെല്ലതും നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു മോൾഡിലോട്ട് ഈ കേക്ക് മിക്സർ മാറ്റാം. കേക്കിൻ്റെ മിക്സർ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഇതെടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നെയ്മരം തൂത്താലും മതി. ഇത് നമ്മൾ ഒത്തിരി നിറച്ചെടുക്കില്ല, നമ്മുടെ കേക്ക് പൊങ്ങി വരും. അതുകൊണ്ട് ഒരു പകുതിയേക്കാളും ഇച്ചിരി കൂടെ കൂടുതലെടുത്താലും കുഴപ്പമില്ല. ഞാനൊരു ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈക്രോവേവിലല്ല ഞാൻ ഉണ്ടാക്കുന്നത്, നമ്മുടെ പഴയ സൈസ് റൗണ്ട് ഓവനിൽ തന്നെയാണ് ചെയ്യുന്നത്. അതൊരു 5 മിനിറ്റ് നമ്മൾ 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് വേണം നമുക്കിത് ഒരു 40 മിനിറ്റ്സ് നമുക്ക് ഈ കേക്ക് ഒന്ന് വെച്ച് എടുക്കാം. നമുക്കിനി ഒരു 40 മിനിറ്റ് ഇത് വെക്കാം. 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നമുക്ക് കണ്ടറിയാൻ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഓവന് ഓഫ് ആക്കുവാണ്. നമുക്ക് ഇതിനകത്തുനിന്ന് ഇതൊന്ന് മാറ്റാം. നമ്മുടെ പ്ലം കേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഓവനില്ലാത്ത കാലത്ത് എൻ്റെ മമ്മിയൊക്കെ ചെറുപ്പത്തിൽ നല്ല ഈ മണൽ, നമ്മൾ വലിയ മണൽ അരിച്ചെടുത്തിട്ട് അത് അപ്പച്ചമ്പിൻ്റെ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. ആ ടേസ്റ്റ് മണമൊക്കെ നല്ലൊരു ഓർമ്മയാണ്. എല്ലാവരും ഒന്ന് ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണം ഈ കേക്ക്.